ഭീകരതയ്ക്കെതിരായ പ്രചാരണം മുന്നിൽ നിന്ന് നയിക്കുകയാണ് ഭാരതത്തിലെ നാരീശക്തികൾ. ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റുകൾ എന്ന മുദ്രാവാക്യവുമായി കാലടി ശ്രീശങ്കര ജന്മസ്ഥാനത്ത് നിന്നും കശ്മീരിലേക്ക് ഇന്നലെ ആരംഭിച്ച ബുള്ളറ്റ് യാത്രാ സംഘത്തിൽ 10 പേർ സ്ത്രീകളാണ്. ഭാരത സ്ത്രീകളുടെ സിന്ദൂരമയച്ച പാകിസ്ഥാൻ സ്പോൺസേഡ് ഭീകരവാദത്തിന്റെ അവസാന വേരും അറുത്തെടുക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നീങ്ങുമ്പോഴാണ് ദേശീയതയുടെ ശബ്ദമായി ഇവർ മാറുന്നത്. കാലാവസ്ഥയടക്കം ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ തയ്യാറെടുത്താണ് ഓരോരുത്തരും യാത്രക്കായി മുന്നിട്ടിറങ്ങിയത്. സുകന്യ, വന്ദന, നന്ദന, രജനി, നിത്യ, ഡോക്ടർ ആവണി, അദീന ഭാരതി, സനീല എന്നിവരെല്ലാം ചലോ LOC കൂട്ടായ്മയുടെ ഭാഗമാണ്. മാതൃരാജ്യം ഒരു വെല്ലുവിളി നേരിടുമ്പോൾ എങ്ങനെ മാറി നിൽക്കാനാകുമെന്നാണ് ഇവർ ഒരേ സ്വരത്തിൽ ചോദിക്കുന്നത്. രാംജി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് പെൽഗാം അറ്റാക്ക് നടന്ന് അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ഇടുകയുണ്ടായി. അതായത് ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറുള്ളവർ ആ പോസ്റ്റിൽ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതായിരുന്നു അതിൻ്റെ ഉള്ളടക്കം. അങ്ങനെ ഞങ്ങൾ ഭയങ്കര ഒരു റെസ്പോൺസ് ആയിരുന്നു തന്നെ. ഏകദേശം 4000-ഓളം ആൾക്കാർ വരികയും 1000-ഓളം ആൾക്കാർ സന്നദ്ധത അറിയിച്ച് വരികയും ചെയ്തു. അങ്ങനെ അതിൽ നിന്നൊരു 100 പേരെ തിരഞ്ഞെടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. രാജ്യത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഇതിൽ പങ്കാളിയാവുക എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ അങ്ങനെ ജോയിൻ ചെയ്യുകയാണ് ചെയ്തത്. ഒരു കൂട്ടം മലയാളികളെന്ന് പറഞ്ഞ് മലയാളികളെന്ന പേരിൽ പാകിസ്ഥാനിലെ ക്രിക്കറ്റ് താരത്തെ അവർ ആദരിക്കുമ്പോൾ ഭാരതത്തിന് അപമാനമായിട്ട് മാറുന്ന സമയത്ത് കേരളത്തിൽ ഇതുപോലുള്ള കുറേ യുവാക്കൾ നമ്മുടെ ദേശീയത ഉയർത്തിപ്പിടിച്ച് അവരുടെ ബുള്ളറ്റിൻ്റെ ശബ്ദം ഈ പറയുന്ന തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള ശബ്ദമാക്കിക്കൊണ്ട് ഒരു യാത്ര ഇതുപോലെ പ്ലാൻ ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുപോലെ ഇത്രയും യൂത്ത് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കാൻ ഇന്നും കേരളത്തിലുണ്ട് എന്ന് പറയുന്നത് നമുക്ക് നാളത്തേക്കൊരു പ്രതീക്ഷ തന്നെയാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ മേൽശാന്തിയായ പ്രവീൺ പുത്തിലത്തിനൊപ്പം കുടുംബവും യാത്രയെ അനുഗമിക്കുകയാണ്. ഭാര്യ രഞ്ജിനി, മകൻ 5 വയസ്സുള്ള ബദ്രീനാഥ് എന്നിവരാണ് പ്രവീണിനൊപ്പമുള്ളത്. യാത്രാ സംഘത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാളും ബദ്രീനാഥാണ്. നമ്മുടെ രാജ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം. ജനനീ ജന്മഭൂമിശ സ്വർഗാദപീകരീയസി. നോർമലി ഞങ്ങളുടെ ബുള്ളറ്റ് യാത്ര ഞങ്ങൾക്ക് ഭയങ്കര താല്പര്യമുള്ള യാത്രയാണ്. അതും ഈ കാശ്മീരിലേക്ക് കൂടെ ആകുമ്പോൾ അത് കൂടുതൽ ഇൻട്രസ്റ്റ് കൂടാതെ നല്ലൊരു കാര്യത്തിനും കൂടി ആകുമ്പോൾ, ഈ ഒരു തീവ്രവാദത്തിനെതിരെ എന്നുള്ള വിഷയത്തിനും കൂടി ആകുമ്പോൾ കൂടുതൽ അഭിമാനമുണ്ട്. ഒത്തിരി സന്തോഷമുണ്ട് ഈ ഒരു യാത്രയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ. കാശ്മീരിലെ ലൈൻ ഓഫ് കൺട്രോളിലെ ശാരദാ യാത്രാ ക്ഷേത്രത്തിൽ ബുള്ളറ്റ് യാത്ര അവസാനിക്കുമ്പോൾ യുവത്വം കുറിക്കുന്നത് ഭീകരവിരുദ്ധ പോരാട്ടത്തിന്റെയും സന്ദേശത്തിന്റെയും പുതുചരിത്രം കൂടിയാകും. കുടുംബങ്ങൾ, വ്യക്തികൾ ഓരോരുത്തരും ഈ ഒരു യാത്രയുടെ ഭാഗമായി മാറുന്നു. ദേശീയതയുടെ വക്താക്കളായി, ദേശീയതയുടെ ഉറച്ച ശബ്ദങ്ങളായി അവർ മാറുകയും ചെയ്യുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം ജിജീഷ് കരുണാകരൻ, ജനം, കൊച്ചി.